അസ്സലാമു അലൈക്കും. ഞാൻ സഫ്വാൻ. വേദന സഹിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞാനല്ലാതെ വേറെ ആരുമില്ല. അവരെ കൂടെ ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. നിങ്ങളെ മുന്നിൽ കൈ നീട്ടല്ലാതെ വേറെ നിർവാഹമല്ല. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ കുട്ടിന്റെ രോഗം കണ്ട് സഹിക്കാനും വേദന സഹിക്കാനും പിന്നെ കെൽപ്പില്ലല്ലോ. എന്റെ കുട്ടിക്ക് ഇനി വേദന കൊടുക്കല്ല റബ്ബേ. കരയല്ലിമ്മച്ചി, കരയല്ലി, 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 കരയല്ലിമ്മച്ചി, ഇങ്ങനെ കരയല്ലി. വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ അടിയന്തരമായി ശ്രദ്ധിക്കണേ. 25 ട്രാൻസാക്ഷനുകൾ, ഇടപാടുകൾ ഗൂഗിൾ പേയിൽ നടന്നാൽ ആ അക്കൗണ്ട് 24 മണിക്കൂർ നേരത്തേക്ക് ബ്ലോക്ക് ആവും. നിങ്ങൾക്ക് പൈസ അയക്കാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ട പൊതുസമൂഹമേ, ഒരു പാവപ്പെട്ടവന്റെ സങ്കടം കാണിക്കുന്നത് അവന് പ്രാർത്ഥന മാത്രം കിട്ടാനല്ലോ, അവന് പൈസ വേണം. ഒരു പക്ഷെ നിങ്ങൾക്ക് അയക്കാൻ സാധിച്ചില്ല എന്നും വരും. അപ്പോൾ നിങ്ങൾ മെയിൻ അക്കൗണ്ടിലേക്ക് അയക്കണേ. ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചാൽ ആർക്കും ബ്ലോക്ക് ആവില്ല. ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം, UPI ഇടപാടുകളൊക്കെ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇത് വീഡിയോന്റെ മുമ്പ് പറയാനുള്ള കാരണം നിങ്ങളത് ശ്രദ്ധിക്കണേ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് MBR ക്യാൻസർ സെന്ററിലാണ്. മാരകമായിട്ടുള്ള ക്യാൻസർ അസുഖം മാറാൻ ജീവിതത്തിലേക്ക് എനിക്ക് ജീവിക്കണം ഷമീറിക്ക എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഉമ്മാനെയും എന്റെ ഉപ്പായെയും നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് കരഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരി പഞ്ചായത്തിലെ മുരിങ്ങാപുറായിൽ പൂവഞ്ചാൽ താമസിക്കുന്ന പ്രിയപ്പെട്ട സഫ്വാൻ മോന്റെ സങ്കടമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കു. 2021 ഈ അസുഖം ബയോപ്സി ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മജീദ് ഡോക്ടർ ഇത് കണ്ടുപിടിക്കുകയും അവിടെ നിന്ന് നിരവധിയായിട്ടുള്ള കീമോ ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. അതിന്റെ ഫോളോ അപ്പ് എടുക്കുന്നതിനിടയിലാണ് ഇടുപ്പിൽ മുഴ വീണ്ടും വരികയും വല്ലാത്ത പ്രയാസത്തിലേക്ക് കടന്നു വന്ന് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഈ പ്രിയപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ ഇനി ആകെയുള്ള മാർഗം മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ്. മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് തന്റെ മകനെ രക്ഷിക്കണമേ എന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തി വിറയാർന്ന ഈ പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ, നമ്മളോട് യാചന നടത്തുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഉമ്മയുടെ മുഖമൊന്ന് കാണണേ. ഞാനും നിങ്ങളുമല്ലാതെ ഈ ചെറുപ്പക്കാരനെ പണമില്ലാത്തതിന്റെ പേരിൽ അവനെ നമ്മൾ വിട്ടുകൊടുത്തൂടാ. മരണത്തിന് ഒരു കാരണവശാലും പണമില്ലാത്തതിന്റെ പേരിൽ വിട്ടുകൊടുക്കാൻ പാടില്ല. എല്ലാ എസ്റ്റിമേറ്റുകളും എല്ലാ പേപ്പറുകളും കീമോതെറാപ്പി ചെയ്യണം, ഇമ്മ്യൂണോ തെറാപ്പി ചെയ്യണം, വിദേശത്ത് നിന്ന് മരുന്ന് കൊണ്ടുവന്ന് ഈ പ്രിയപ്പെട്ടവന്റെ രക്തത്തിൽ കയറ്റണം. അതോടൊപ്പം തന്നെ മജ്ജ അടിയന്തരമായി മാറ്റിവെക്കണം. 45 ലക്ഷം രൂപ ആരോട് പറയാൻ, ആരോട് ചോദിക്കാൻ, ഏത് വാതിലുകളാ മുട്ടേണ്ടത്? ജനങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. ഇത്രയും കാലം ജനങ്ങൾ ഇടപെട്ടും സഹായിച്ചുമാണ് ഈ കുടുംബം മുന്നോട്ട് പോകും. ഞങ്ങളുടെ മോന് വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായി. ഒരു വീട് വെക്കണമെന്നുണ്ടായിരുന്നു. ലൈഫിൽ വീട് കിട്ടി. അതിൽ താമസം തുടങ്ങിയ സമയത്താണ് ഇപ്പോൾ ഈ അസുഖം ഭാരമായി ഇപ്പോൾ ഈ MBRൽ അഡ്മിറ്റായിരിക്കും ചികിത്സ തുടരുന്നത്. മുടിയൊക്കെ കൊഴിഞ്ഞു പോയി. ഞങ്ങളെ ആശ്രയത്തിന് നിങ്ങൾ തട്ടിക്കളയല്ലേ. ഞങ്ങളെ ജീവിതത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരെയും കൈ അയച്ച് സഹായിക്കണം. ഇത് മാത്രമേ എനിക്ക് സങ്കടത്തോടു കൂടി ജനങ്ങളോട് പറയാനുള്ളൂ. കരയാൻ സമ്മതിക്കൂല. നിങ്ങൾക്കൊക്കെ ധൈര്യം തരില്ല മോനെ. ധൈര്യം തരലാണ്. എന്തൊരു വേദന വന്നാലും ഉമ്മ കരയരുതെന്ന് പറയും. ആരും കരയരുത്. വേദന കൊണ്ട് കുളഞ്ഞു കളിച്ച് നേരം കൂടെ ഞാൻ ഒഴിഞ്ഞു കൊടുത്തത് കഴിയില്ല. വേദനന്റെ ഗുളിക കഴിക്കുമ്പോ മാത്രമാണ് വേദന ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ആ ഗുളിക നിന്നാ പിന്നെയും തുടങ്ങും അതുപോലെ വേദന. നിങ്ങൾ ഓരോരുത്തരും എത്ര ജീവിതങ്ങളെയാണ് ഇത്തരം വീഡിയോകൾ കണ്ടപ്പോ സഹായിച്ചിട്ടുള്ളത്. ആരുമില്ലാത്തവന്, പാവപ്പെട്ടവന് എല്ലാ വാതിലുകളും അടഞ്ഞ് തന്റെ ജീവൻ രക്ഷിക്കാൻ മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടുന്ന പ്രിയപ്പെട്ട സഫ്വാന്റെ കുടുംബം
ആ മാതാപിതാക്കളുടെ സങ്കടം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏറ്റെടുക്കണേ. മുരിങ്ങാപുറായിലെ 100 കണക്കിന് പൊതുപ്രവർത്തകന്മാർ, ജനപ്രതിനിധികൾ, മഹല്ല് ക്ഷേത്ര കമ്മിറ്റി, പോലീസ് ഉദ്യോഗസ്ഥനടക്കം പ്രിയപ്പെട്ടവരെ ഒറ്റക്കെട്ടായി സുതാര്യമായി ജനങ്ങളെ മുമ്പിലേക്ക് സഫ്വാന്റെ സങ്കടം നിങ്ങളെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ. പണമില്ലാത്തതിന്റെ പേരിൽ ഇനിയും ചികിത്സ വൈകിയാൽ, അവന്റെ മജ്ജ മാറ്റിവെക്കൽ സർജറി മുടങ്ങിയാൽ, അവന് ആവശ്യമായിട്ടുള്ള കീമോ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ നമ്മുടെ ഇടയിൽ നിന്ന് വിടവാങ്ങും, മരണപ്പെട്ടു പോവും. അത് ഞാൻ പച്ചയായി ജനങ്ങൾക്ക് മുമ്പ് പങ്കുവെക്കുകയാണ്. ആ പ്രിയപ്പെട്ടവന്റെ ജീവൻ അപകടത്തിലാവുന്നതിന് മുമ്പ് നമ്മൾ ചേർത്ത് പിടിക്കണേ. കോഴിക്കോട് ജില്ലയിലെ മുക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുരിങ്ങമ്പുറ എന്ന സ്ഥലത്തുള്ള സഫ്വാൻ എന്ന് പറഞ്ഞ യുവാവിന് വേണ്ടിയാണ് ഇവിടെ നാടും നാട്ടുകാരും എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ MVR ക്യാൻസർ സെൻ്ററിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയാണ്. അതിനുവേണ്ടി വലിയൊരു തുക സമാഹരിക്കാൻ വേണ്ടി ഇവിടെയുള്ള എല്ലാവരും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മതങ്ങളും എല്ലാവരും ഒന്നിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒന്നിച്ചിരിക്കുകയാണ്. അത് ജെന്യുവിനായിട്ടുള്ളൊരു. ഞാൻ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MA സൗദ ടീച്ചർ. എൻ്റെ ഡിവിഷനിൽപ്പെട്ട മുരിങ്ങമ്പ്രായിൽ 27 വയസ്സ് മാത്രം പ്രായമുള്ള സഫ്വാൻ എന്ന യുവാവ് ഇന്ന് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഒരു മാതാവാണ്. എനിക്കും മക്കളുണ്ട്. അവർക്ക് ഇത്തരത്തിലുള്ള ഒരു അസുഖം വന്നാൽ എന്തായിരിക്കും എന്നൊരു ചിന്തയാണ് എന്നെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചത്. ഈ സഫ്വാൻ ചികിത്സാ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് ഞാൻ. എല്ലാവരും ഈ സഫ്വാൻ്റെ ഈ ചികിത്സയിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായ കൂടിയോടുകൂടി ഇതിനു വേണ്ടി സഹകരിക്കണമെന്നും കൂട്ടത്തോടെ സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ നാട്ടിലെ ഒരു സാധാരണ ഒരു സ്ത്രീയാണ്. നമ്മൾ സഫ്വാൻ എന്ന ചെറുപ്പക്കാരനെയും ഇതിലൂടെ ഓടിച്ചാടി നടക്കേണ്ട പ്രായമായൊരു ചെക്കൻ. എന്താ എനിക്ക് പറയേണ്ടത് എനിക്കറിയില്ല. എന്താന്ന് ചോദിച്ചാൽ മാരകമായ ഒരു ചികിത്സയിൽ ബുദ്ധിമുട്ടിലായി നിൽക്കുകയാണ് വീട്ടുകാരും കുടുംബങ്ങളും. ഞാൻ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയിൽ എല്ലാ ആളുകളും പങ്കാളികളാവണമെന്ന്. കൂട്ടുകാരനായ സഫ്വാൻ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ നമ്മളോടൊപ്പം ജീവിക്കേണ്ട ആളാണ്. ആ നിലക്ക് അവരുടെ കുടുംബത്തിനും നാട്ടുകാർക്കും വളരെ പ്രയാസം നേരിടുന്ന ഈ അവസരത്തിൽ നിങ്ങളുടെയൊക്കെ സഹായങ്ങളും ഉദാരമായ സംഭാവനകളും നൽകിയാൽ മാത്രമേ അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ സത്താർ MT. നമ്മൾ വീഡിയോ ചെയ്തു പോരുമ്പോൾ അവർ ഷമീർഖാൻ്റെ കാല് പിടിച്ച് കരയുന്ന രംഗമാണ് കണ്ടത്. അത് മനസ്സൊന്നും മാറുന്നില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും, ഈ നാട്ടുകാരും മൊത്തം ജനങ്ങളും, പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് പ്രവാസ ലോകത്തോടാണ്. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ സങ്കടം അനുഭവിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ മകനും ഇതുപോലെ ഒരു അസുഖം വന്ന് അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു ദുഃഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആകെ തളർന്നു കിടക്കുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നതുപോലെ ആ സഫ്വാൻ എന്ന ചെറുപ്പക്കാരനെ വേണ്ട പോലെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ ഈ മുരിങ്ങമ്പുറ അങ്ങാടിയിലെ ഒരു കച്ചവടക്കാരനാണ്. ഈ ഒരവസ്ഥ വല്ലാത്ത ദയനീയമാണ്. അതുകൊണ്ട് പ്രവാസ ലോകം ഒന്നടങ്കം ഈ വിഷയം ഏറ്റെടുത്ത് എല്ലാ നിലക്കും നാട്ടുകാരും പ്രവാസികളും കൂടി ഈ മുൻകൈയെടുത്ത് ആ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. സഫ്വാന്റെ ഉമ്മ ഫാത്തിമയുടെ പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മെഡിക്കൽ കോളേജ് ബ്രാഞ്ച്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടാണ് വെച്ചിട്ടുള്ളത്. സഫ്വാൻ എന്ന് പറയുന്ന ആളുടെ ആ ചെറുപ്പക്കാരന്റെ Google Pay അക്കൗണ്ടാണ് വെച്ചിട്ടുള്ളത്.